തിരുവനന്തപുരം തേക്കടയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ മർദ്ദിച്ചു കൊന്നു. ആവശ്യപ്പെട്ട പണം നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണം. പ്രതി സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സ്വന്തം അമ്മയെയാണ് പണം നൽകിയില്ല എന്ന് പറഞ്ഞ് അതിക്രൂരമായി മർദ്ദിച്ച് കൊന്നു കളഞ്ഞത്. എപ്പോഴായിരുന്നു ഈ സംഭവം? ഇതിനു മുൻപും ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ? വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ആര്യ, ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് മകൻ വീട്ടിലേക്ക് എത്തുന്നു, മദ്യലഹരിയായിരുന്നു, പണം ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അമ്മ പണം നൽകാത്തതിൻ്റെ പേരിലാണ് മകൻ ചവിട്ടി കൊലപ്പെടുത്തുകയാണ് അമ്മയെ ചെയ്യുന്നത്. എന്തായാലും ഏറെ ദാരുണമായ വാർത്തയാണ് വെമ്പായം തേക്കടയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് ചോദിച്ചതുപോലെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളുണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ എപ്പോഴും അമ്മയെ മകൻ മർദ്ദിക്കുമായിരുന്നു. ഈ ഒടിവുകളുണ്ടായി, എല്ലുകൾക്ക് ഒടിവുകളുണ്ടായി, അവശ നിലയിലായിരുന്നു അമ്മ കുറച്ച് നാൾ മുൻപ് വരെ. അപ്പോൾ ഇത് പരാതിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വീട്ടിൽ സഹോദരിയുണ്ട്. അതായത് ഈ അമ്മയുടെ മകൾ 75 വയസ്സുള്ള ഓമനയമ്മയാണ് ഈ കൊല ചെയ്യപ്പെട്ടത്. മകളുണ്ട്. മകൾ ജോലിക്ക് പോയി തിരിച്ചു വന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അതും പണം ആവശ്യപ്പെടുന്നു, മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരിച്ചെടുക്കാനും പണം ആവശ്യപ്പെടുമ്പോൾ അമ്മ പണം നൽകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പ്രകോപനം ഉണ്ടാകുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നു. അപ്പോഴും ഇതൊന്നും പരാതിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാട്ടുകാർ പറയുന്നത്. ശരി.